1947 ജൂലൈ മാസം 17-ാം തീയതി RSS മുഖപത്രം ഓർഗനൈസർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ത്രിവർണം ഇന്ത്യയുടെ നിറമല്ല. 3 എന്ന വാക്ക് തിന്മയാണ്. ചെങ്കോട്ടയിൽ ത്രിവർണ പതാകയല്ല, കാവിക്കൊടി പാറിക്കണമെന്നാവശ്യപ്പെട്ടു. 3 നിറമുള്ള കൊടി ഇന്ത്യക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുമെന്നും രാഷ്ട്രത്തിന് ഹാനികരമെന്നും ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ത്രിവർണ പതാക മാറ്റി RSS പരിപാടികളിൽ വെക്കുന്ന കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ പ്രദർശിപ്പിക്കുന്നവരാണ് ഭാരതാംബയെ വണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം ഏതായാലും RSS കണ്ടെത്തിയതല്ല. ത്രിവർണ പതാക മാറ്റി കാവിക്കൊടി പതിപ്പിച്ച് സ്വന്തം പോലെ ആക്കിയതാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പോരാട്ടച്ചൂടിൽ ഒരു തുള്ളി ഇറ്റിക്കാത്തവർ ചരിത്രങ്ങളെ മാറ്റിയെഴുതാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ബംഗാമാത ഭാരതമാതാവായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരത് മാതാ ചിത്രത്തിന്റെ 4 കൈയിൽ ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. പഠനവും പ്രയത്നവും കാർഷിക സമൃദ്ധിയും സാംസ്കാരിക വൈവിധ്യവും ആധ്യാത്മികതയുടെ ആഴവും ആ ബിംബസ്മൃതിയിലുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഭാരതാംബ എന്ന സങ്കല്പത്തിനും പ്രതിഷേധ സൂചകമായി ബ്രിട്ടീഷ് രാജിനും നയങ്ങൾക്കുമെതിരെ ഭാരതമാതാവിനെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങൾക്കും ഇന്ന് വ്യാപകമായി സംഘപരിവാർ പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ നല്ല വ്യത്യാസമുണ്ട്. ആ കൈയിൽ കാവിക്കൊടി പിടിപ്പിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാണ്. നമുക്ക് ഈ ചിത്രത്തിന്റെ സങ്കല്പം എന്താണ് എന്നും ഈ ചിത്രത്തിന്റെ ചരിത്രം എന്താണ് എന്നും നീ ആഴത്തിൽ ഡീകോഡ് പരിശോധിക്കാൻ പോവുകയാണ്. ഭാരതാംബ എന്ന സങ്കല്പം, ഭാരതാംബയുടെ ചരിത്രം 19-ാം നൂറ്റാണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിന്റെ ചൂരും അതിലുണ്ട്. പശ്ചിമ ബംഗാളിലാണ് ഭാരതാംബയുടെ ഉദയം. ഭാരത് മാതാ എന്ന നാടകം 1873 കിരൺ ചന്ദ്ര ബാനർജി എഴുതി പുറത്തു വന്നതിലൂടെയാണ് ഭാരത് മാതാ സങ്കല്പം ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ പ്രധാന സങ്കല്പങ്ങളിൽ ഒന്നായി മാറിയത്. വർഷം 1882. 1882 ബംഗാം ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി നോവലായ ആനന്ദ് പഠനിലൂടെയാണ് ഭാരത് മാതാ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഹൈന്ദവരാൽ ആരാധിക്കപ്പെടുന്ന ദുർഗയുടെയും കാളിയുടെയും സങ്കല്പങ്ങളിലായിരുന്നു ആ ചിത്രം രൂപപ്പെട്ടത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനായിരുന്ന രാജ രവിവർമ്മയാണ് ആദ്യമായി ഭാരത് മാതാവിന് ചിത്രരൂപം നൽകിയെന്ന് പറയപ്പെടുന്നു. ചിത്രം വരച്ചത് 1998 നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലാണ് ഈ ചിത്രം ആദ്യമായി വരയ്ക്കപ്പെടുന്നത്. 1898 ചിത്രം വരയ്ക്കുന്നത്. സിംഹങ്ങൾക്കൊപ്പം 4 കൈകളുമുള്ള ഒരു ദേവീ രൂപമാണ് ചിത്രത്തിനുള്ളത്. ഭാരതാംബയെ രവിവർമ്മ ചിത്രീകരിച്ചത് 4 കൈയുള്ള കാവ്യവസ്ത്രധാരിയായ സ്ത്രീ, പുസ്തകവും വെള്ളത്തുണിയും നെൽക്കതിരും രുദ്രാക്ഷമാലയും പേറി നിൽക്കുന്ന ചിത്രമാണ്. അദ്ദേഹം അങ്ങനെയാണ് അതിനെ വരച്ചത്. കാൽച്ചുട്ടിൽ താമര കാണാം. പ്രഭാവലയത്തിന് പിന്നിൽ അമൂർത്തമായ പശ്ചാത്തലത്തിൽ ഉള്ളതായിരുന്നു ചിത്രം. പ്രതിഷേധമായി ഉയർന്ന ചിത്രം എന്ന ഒരു ഖ്യാതി ഈ ചിത്രത്തിനുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ബംഗാളിനെ മത അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ഇറങ്ങിയപ്പോൾ പ്രതിഷേധമായി ഭാരത് മാതാവ് ഉയർന്നു വന്നു. ഭാരത് മാതാ എന്ന നിലയിൽ ഏറെ ആകർഷിക്കപ്പെട്ടത് ആ പ്രതിഷേധ മുന്നേറ്റത്തിൽ അബീന്ദ്രനാഥ ടാഗോർ വരച്ച ജലഛായ ചിത്രമാണ്. കാവ്യവേഷധാരിയായ ഒരു സന്യാസിയായാണ് അബീന്ദ്രനാഥ് ഭാരതാംബയെ ചിത്രീകരിച്ചത്. 4 കൈകളിലൊന്നിൽ നെൽക്കതിരുകളും മറ്റൊരു കൈകളിൽ വെളുത്ത തുണിയും, ഒരു കൈയിൽ ഗ്രന്ഥവും മറ്റൊരു കൈയിൽ മാലയും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 1905 ബംഗാൾ പ്രവിശ്യയുടെ വിവാദപരമായ വിഭജനത്തിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതിന് ശേഷം ബ്രിട്ടീഷ് നിർമ്മിത സാധനങ്ങൾ ബഹിഷ്കരിക്കുന്നതിൽ അതിന്റെ പ്രതിഷേധം രൂപപ്പെടുത്താൻ ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഈ ചിത്രം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിച്ചത്. പിന്നീട് ഈ പത്രങ്ങളിൽ ഉൾപ്പെടെ ഈ ചിത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1909 കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷാ മാസികയായ വിജയുടെ പുറം ചട്ടയിൽ ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരത് മാതാവിനെ ചിത്രീകരിക്കുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്.
ഇന്ത്യയിലുടനീളം ജനപ്രിയ കലകളിൽ പലതും ഭാരത് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മാസികകൾ, പോസ്റ്ററുകൾ, കലണ്ടറുകൾ എന്നിങ്ങനെ ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി ഭാരതാംബ മാറി. 1920 മുതൽ അതിന് രാഷ്ട്രീയ മാനം കൂടി കൈവന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ മാനം എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ദേശീയത ചിത്രകാരൻ എന്ന് വിളിക്കുന്ന രൂപ് കിഷോർ കപൂർ വരച്ച ഭാരത് മാതായുടെ ചിത്രം 1931 ബാബുലുൽ ഭാർഗവ ഗ്ലാസാണ് പുറത്തു കൊണ്ടുവന്നത് എന്നാണ് പിന്നീട് പറയപ്പെടുന്നത്. RSSന്റെ രൂപീകരണം, അതായത് ഗാന്ധി വധത്തിനു ശേഷം RSS രാജ്യത്ത് ഒറ്റപ്പെട്ടു. അതിൽ നിന്നും രക്ഷപ്പെട്ട് പ്രതിച്ഛായ നേടാൻ വേണ്ടിയാണ് RSS ഭാരതീയ ജനസംഘ് രൂപീകരിക്കുന്നത്. അതായത് ഹിന്ദു മഹാസഭ എന്ന നാമം ഉപേക്ഷിച്ചിട്ടാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനസംഘ് രൂപീകരിക്കുന്നത്. അന്നുവരെ RSS പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം എന്നാൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഗാന്ധി വധത്തിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനായി ദീൻദയാൽ ഉപാധ്യായയുടെ പുതിയൊരു തത്വശാസ്ത്രം അവരുടേതായി പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു. അതാണ് ഏകാത്മക മാനവവാദം. ഏകാത്മക മാനവവാദം എന്ന തത്വശാസ്ത്രമാണ് തൽക്കാലത്തേക്ക് തങ്ങൾ തെറ്റുകൾ മറച്ചുവെക്കുവാൻ അവർ ഉപയോഗിച്ചത്. ദീൻദയാൽ ഉപാധ്യായയുടെ തത്വശാസ്ത്രത്തിലാണ് രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപരാണെന്നും ഭാരതം എന്ന് പറയുന്നത് ഭാരതമാതാവാണെന്ന സങ്കല്പം RSS അവിടെ അവതരിപ്പിക്കുകയാണ്. RSSന്റെ ഐക്യനായി 1920 VD സവർക്കറാണ് ഈ രൂപത്തിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റിയെടുക്കപ്പെട്ടത്. നമ്മൾ ദേശീയ പതാകയേന്തിയ ഭാരത് മാതാവിന്റെ ചിത്രം മുൻപ് കണ്ടിരുന്നു. അതിനു പകരം കാവിക്കൊടിയേന്തിയ പതാകയുമായി ഭാരതാംബയെ മാറ്റിയെടുത്തത് RSSന്റെ ബുദ്ധികേന്ദ്രമായിരുന്ന VD സവർക്കർ തന്നെയായിരുന്നു. ഭാരതാംബയുടെ ചിത്രം എന്തായാലും രാഷ്ട്രീയ സ്വയം സേവക കണ്ടെത്തിയതല്ല. ത്രിവർണ പതാക മാറ്റി കാവിക്കൊടി പതിപ്പിച്ചു സ്വന്തം പോലെ ആക്കിയതാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഭാരതാംബ എന്ന സങ്കല്പത്തിനും പ്രതിഷേധ സൂചകമായി ബ്രിട്ടീഷ് രാജിനും നയങ്ങൾക്കുമെതിരെ ഭാരത് മാതാവിനെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങൾക്ക് ഇന്ന് സംഘപരിവാർ അവരുടേതായി വ്യാഖ്യാനിക്കുന്നു, അവരുടേതായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ദരിദ്ര നാരായണ സങ്കല്പം എന്താണ്? ദരിദ്ര നാരായണ സങ്കല്പം അതിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് ഇതിപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഗാന്ധി ആദ്യമായി കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഭാരത് മാതാ സങ്കല്പമല്ല, മറിച്ച് ദരിദ്ര നാരായണ സങ്കല്പമാണ് കൊണ്ടുവരേണ്ടത് എന്നായിരുന്നു അന്ന് ഗാന്ധിജി പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മന്ത്രിസഭയിലെ ആദ്യ അംഗങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദരിദ്രമായ മുഖമാണ് ഇന്ത്യക്ക് കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇതായിരുന്നു അന്ന് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ ചരിത്രങ്ങൾ പലപ്പോഴും തിരുത്തി എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ഭാരതാംബയുടെ ചിത്രവും മാറ്റി എഴുതപ്പെടുകയാണ്. ആ ചിത്രത്തെയും മാറ്റിയെടുത്ത് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടർ.